മരിക്കുന്നവരെ മതിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും മരിക്കുമ്പോഴേക്കും കുറെ മുതലൊക്കെ ഉണ്ടാവും. എന്തേ ഇപ്പം സമ്പാദിച്ചെന്ന് വെച്ചാൽ പറയും ആടെ 2 മുറി പീടിയ, പിന്നെ പന്നിയങ്കര ഒരു 10 സെന്റ് സ്ഥലം, പിന്നെ ആ കാളു റോഡിന്റെ അടുത്തൊരു 3.5 സെന്റ്. ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും. ഈ ദുനിയാവെന്ന് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുമ്പം ദുനിയാവിലെ വലുപ്പേ പറയാനുള്ളൂ. പിന്നെ മക്കളെ പഠിപ്പിച്ച കഥയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത കഥയും, മൂത്തോള് M.Tech ആയിരുത്തി, രണ്ടാമത്തോള് MC ആയിരുത്തി, മോൻ പഠിച്ച് പെണ്ണും കെട്ടി നല്ല തറവാട്ടെന്ന് മൂത്തോന്റെ മോക്ക 10A+ കിട്ടിയത്, ഇളയോന്റെ മോളാപ്പ അൽഫിത്തറെ പോയി 10 സൂറത്ത് കാണാണ്ട് ചെല്ലിത്തരുന്ന്. അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തി ദുനിയ. പലർക്കും പറയാം മക്കളെയും മരിയക്കളെയും പൈസന്റെ കണക്കേ ഉള്ളൂ റസൂലേ. അവർക്ക് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പാപത്തിന്റെ കൊട്ടയാണ്. ആളെ പറ്റിച്ചിട്ടും കൊള്ളലാഭെടുത്തിട്ടും വെട്ടിപ്പിടിച്ചിട്ടും അവരുണ്ടാക്കിയ മുതല് അത് അള്ളാന്റെ ദുനിയാവിൽ തന്നെ അവർക്ക് കണ്ണീരായിട്ട് ഭവിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് വർളബിമാ ഖസമല്ലാഹു ലക, പടച്ചോൻ വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്കുക. ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട്. ഷാദുലിപ്പള്ളിയിൽ ഖുതുബ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ കുറെ കടണ്ടായിരുന്നു, ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, 8 കോടി ഉറുപ്പിന്റെ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും, ഒരു ഒപ്പിന്റെ കുറവേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോവുക, നിങ്ങൾ ദുആരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ഹൈറാവട്ടെ. 3 ആഴ്ച കഴിഞ്ഞോ ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു. ഓമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാത്രക്ക് റാഹത്തായിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ഓന്റെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹദിയ എന്റെ കൈമ തന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ നിങ്ങൾ ദുആൽ എന്നെ ഉൾപ്പെടുത്തും. ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി? ഓൻ പറഞ്ഞു അത് എനിക്ക് പോയി ഉസ്താദേ, എനിക്ക് കിട്ടിയില്ല. ഇതും പറഞ്ഞു ഓനിങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടതെന്നായി പോയി. ഞാൻ അവന്റെ പിന്നെ ചെന്ന് തോളത്തിങ്ങനെ കൈവച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല ഉസ്താദ്, എനിക്ക് പടച്ചോൻ 8 കോടിക്ക് പകരം 16 കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, അതിനാണല്ല ഈ 8 കോടി കളഞ്ഞതെങ്കിലോ, എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട്. ആ ഒരു ഈമാൻ ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്കൊരു 10 ഉറുപ്യ പോയാൽ മതി, പിന്നെ ഒരു 3 ആഴ്ചത്തേക്ക് ഉറക്കുണ്ടാവില്ല, ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാൽ. അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു പോയാൽ പോലും ഇപ്പൊ മനസ്സിന് ചൊറിച്ചില്ല. ഓല 5-6 ആൾക്കാർ വന്ന് എഴുതിപ്പോയിക്ക് എത്ര 20,000 10,000, പിന്നെ അതിന്റെ ബേജാറ് വേറെ. എല്ലാവരും അത്തരക്കാര് എന്നല്ലോ, കുറ്റപ്പെടുത്തല്ല. ഇന്ന് മതിയാവുന്നില്ല മനുഷ്യന്മാർക്ക്. എല്ലാ കാര്യവും 2 വാക്കിലേക്ക് ഒതുങ്ങി. ലാഭം. സൗഹൃദങ്ങൾ പോലും ലാഭ, ബന്ധങ്ങൾ പോലും ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ സ്വന്തം ചോരനെ ചതിക്കാൻ പോലും ആളുകൾക്ക് മടിയില്ല. ഏട്ടനെ കച്ചവടത്ത് കൂട്ടി ലാഭം കിട്ടിയെന്ന് തോന്നുമ്പോ ഏട്ടനെ ചാമ്പി, അനിയനെ കൂട്ടി അനിയനെ ഒതുക്കി. ഇതൊക്കെയപ്പം നാട്ടിൽ നടക്കുന്നത്. സൗഹൃദങ്ങൾ, ഭാര്യന്റെ കുടുംബക്കാരെ, അളിയന്മാരെ, ബന്ധുക്കളെ, മോളവിയാപ്പിളനെ, ഇതൊക്കെ വ്യാപക. എന്തുണ്ട് നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാണ്. ഭയങ്കര നിസ്കാരവും നോമ്പ്, ഇടക്കിടക്ക് ചിലപ്പോൾ ഉംറക്കും പോകുന്നുണ്ടാവും. നാട്ടുകാരെ പറ്റിച്ചിട്ട് ചെയ്യുന്ന ഇബാദത്തിനൊന്നും ഒരു വിലയും നിലയില്ല. ആൾക്കാരെ മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു ഉറുപ്പ്യുണ്ടെങ്കിൽ ആളെ മനസ്സ് സങ്കടപ്പെടുത്തി നേടിയ 1 കോടിയേക്കാളും വിലണ്ട് എന്നാ റസൂലുള്ള പഠിപ്പിച്ച്. 1 ദിർഹം 1,00,000 ദിർഹത്തെ മറികടക്കും. സഹാബാക്കൾ ചോദിച്ചു നബിയെ എങ്ങനെ? ഒരു സാധുവിന് 2 ദിർഹമേ ഉള്ളൂ, ആ 2ഉം ഹലാല, അതിലൊന്നോൻ അള്ളാന്റെ മാർഗത്ത് കൊടുത്തു. എന്നാൽ കോടീശ്വരൻ നാട്ടുകാരെ പറ്റിച്ചിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയവനുണ്ട്, ഓൻ 1 കോടി ഉറുപ്പ്യ കൊടുത്തു. ഓന്റെ കോടിയേക്കാൾ 1 ദിർഹത്തിനാണ് പടച്ചോന്റെ വില. വർളബിമാ ഖസമല്ലാഹു ലക, പടച്ചോൻ തന്നതിൽ ഒരു തൃപ്തി ഉണ്ടായാൽ മതി. ദുനിയാവ് റാഹത്താ, സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും, ആരോടും മനസ്സുറന്ന് ഇടപെടാൻ പറ്റും. എന്നാൽ ദുനിയാവ് വലുതായിട്ട് തോന്നിയാലുണ്ടല്ലോ ഒന്നും മതിയാകാതെ വരും, നിറയാതെ വരും, മരിക്കുന്നവരെ മുതലുണ്ടാക്കാനോടും. 3-മതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളൊരു നല്ല മുഅ്മിനാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ മുഅ്മിനിന്റെ ഒരു കോലവും ചേലും ഒക്കെ ഉണ്ടാവണം എന്നല്ല. ഇപ്പൊ അങ്ങനെയാ മുഅ്മിനിന്റെ അടയാളം എന്താ? ഓനൊരു ഈമാൻ ലുക്ക് ഉണ്ടാവണം. ഓന്റെ നീണ്ട താടി, പറ്റവെറ്റിയ മിശ, ഇതൊന്നും തെറ്റാന്നല്ലോ. പക്ഷെ ചിലർക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. 250 ആൾക്കാരെ വെടിവെച്ചു കൊന്ന കസബിന്റെ മുഖത്തും താടിയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം താടിയാണ് ഈമാന്റെ അടയാളം അല്ല. പക്ഷെ ഈമാനുള്ളവരുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ, മുഖത്തുകളിൽ അതിന്റെ ഭംഗി ഉണ്ടാവും, അതിന്റെ വില ഉണ്ടാകും. ക്യാഷിലിരിക്കുന്നവന്റെ താടി മുടി കണ്ടിട്ട് പറയും പറ്റിക്കുന്ന ആളല്ലാന്ന് തോന്നുന്നു, നല്ല ഗവൺമെന്റിനെ നാട്ടുകാരെ പറ്റിക്കുന്നവനായിരിക്കും. അത് ഈ കാണിക്കുന്ന അഭിനയത്തിലല്ല, ഓന്റെ ആ നിർമ്മിതിയിലും പ്രകടന പരതയിലും അല്ല ഈമാൻ. അങ്ങനെ ഈമാൻ ഉണ്ടാക്കുന്ന കാലാപ്പം യുവാക്കളോടും കൂടിയാ പറയണ്. ഇന്ന് ചില യുവാക്കൾക്ക് ആത്മീയ ഭ്രാന്ത് ബാധിച്ചതാ നെഞ്ചിന്റെ ഉള്ളില്. കേരളത്തിലുള്ള ദീനൊന്നോൽക്ക് മതിയാകാതെ വന്നു. ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിന്ന് തുർക്കിയിലും സിറിയയിലും യമനിലുമുള്ള തലതെറിച്ച പണ്ഡിതന്മാരുടെ കൗലുകളും ഉദ്ധരണികളും കേട്ട് കേരളത്തിൽ നിന്ന് അവർക്ക് നാടുവിടാൻ തോന്നി. എങ്ങോട്ട്? കേരളോൽക്ക് പോരാ, ഓൽക്ക് സിറിയ വേണം, ഓൽക്ക് യമൻ വേണം, ഓൽക്ക് ദമ്മാജ് വേണം. അവർക്ക് ഇവിടെ മതിയാകുന്നില്ല. കാരണം എന്താ? കേരളത്തിലുള്ളവർക്കൊന്നും ഈമാനില്ല.
ഓൽക്കൊന്നും ഈമാൻ തികഞ്ഞിട്ടില്ല. ഇവരുടെ അടയാളങ്ങൾ എന്താ? ആരോടും മിണ്ടൂല, നാട്ടിലൊരു കാര്യത്തിൽ പോലും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരാളെ സഹായിക്കാൻ ഇല്ല, ജനക്ഷേമം ഇല്ല, ഏതെങ്കിലും ഒരു മനുഷ്യനോട് മനസ്സോർന്ന് വർത്താൻ പറയോ ഇല്ല. ഓല പരിപാടികളൊക്കെ രാത്രി രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് നടക്കും. എന്നിട്ട് അവര് പറയാ ഞങ്ങൾ ദീനിന്റെ ഈമാനിന്റെ മുത്തക്കീങ്ങളാണ്. മദീന പള്ളിയിൽ ഇതേപോലെ ദിക്ർ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നിസ്കാരം കഴിയുന്നു, ഖുർആൻ ഓതുന്നു, പള്ളിന്റെ പുറത്തേക്ക് പോകണില്ല കുറച്ച് ചെറുപ്പക്കാര്. ഇങ്ങനെ പള്ളിയായിട്ട് കഴിഞ്ഞുകൂടുക. സഹാബാക്കൾ ഉമർ ബിൻ ഖത്താബിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, ഉമറേ, മദീനത്തെ പള്ളിയിൽ ഒരു പുതിയ കൂട്ടര് വന്നിട്ടുണ്ട്. എന്താ? കുറെ ചെറുപ്പക്കാർ ആത്മീയത തലക്ക് ബാധിച്ച് ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഈമാനുള്ളവരാണ് എന്ന ഭാവേന ഒരിങ്ങനെ പള്ളിയും ഇതുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക. ആരോടും മിണ്ടണില്ല, ചിരിക്കണില്ല, ഓല ആരോടും മിണ്ടാൻ ഓൽക്ക് ഇഷ്ടല്ല. ഇനി ഓല നേരെ ആരെങ്കിലും നോക്കിയോൽക്ക് താല്പര്യമല്ല, ഓല കുടുംബാരും അറിയരുത്. ഇതൊക്കെയാ ഓല നിലപാട്. ഉമർ റളിയല്ലാഹു വാളൂരി മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇറങ്ങിപ്പോയിനടാ, നിങ്ങൾക്ക് അള്ളാഹിനോടുള്ളത് പോലെ സമൂഹത്തോടും ബാധ്യത ഉണ്ട്, നിങ്ങൾക്ക് ഈ നാടിനോട് ബാധ്യത ഉണ്ട്, നിങ്ങൾക്ക് അള്ളാന്റെ ദീനിനോട് ബാധ്യത ഉണ്ട്, ഓരോ മനുഷ്യനോടും നിങ്ങൾക്ക് ബാധ്യത ഉണ്ട്, ഓരോ പച്ചക്കരളുള്ള ജീവജാലങ്ങളോട് നിങ്ങൾക്ക് ബാധ്യത ഉണ്ട്. ഇതൊന്നും നിർവഹിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈമാനിന്റെ വേഷം കെട്ടുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യൻ ഈമാനുള്ളവനാണെന്ന് അള്ളാഹ് ബോധ്യപ്പെടുകയാ, നിങ്ങളൊരു മുഅ്മിനാണെന്ന് റബ്ബ് എഴുതി വെക്കുന്നത് നിങ്ങൾ അയൽവാസി നിങ്ങളെ പറ്റി പറയണം, ഓ മുഅ്മിനാണ്. എന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ 100 ആള് ഞാൻ ഭയങ്കര ഈമാനുള്ളവനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ മയ്യത്തസ്കരിക്കാൻ നിങ്ങൾ 1 കോടി ആൾക്കാർ നമ്മുടെ പള്ളിയിൽ വന്നിട്ടും കാര്യമല്ല, കണ്ണം പറമ്പ് നിറയെ മനുഷ്യന്മാർ നിന്നത് യാത്രയാക്കിയാലും കാര്യമല്ല. മറിച്ച് അല്ലാഹ് പറയുന്നു, നിങ്ങളൊരു മുഅ്മിനാണെന്ന് വഅഹ്സിൻ ഇലാ ജാരിക്, നിന്റെ അയൽവാസി പറയണം. നിന്റെ അയൽവാസിയോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവരാരാണോ ഫതകുൻ മുഅ്മിനൻ, അവനാണ് മുഅ്മിൻ. ഇന്ന് അയൽപക്കം വന്നിട്ട് യാതൊരു കോലവും ഇല്ല. അവനാ വാങ്ങുന്ന 10 സെന്റിൽ ആദ്യം കെട്ടുന്നത് ചുറ്റുമതില, വേണ്ടാന്നല്ല, കെട്ടാം, അതൊക്കെ ഇപ്പൊ തെറ്റാണോന്നല്ല. അയൽപ്പക്കത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ വാതിൽ വെച്ചിട്ടേ ചുറ്റുമതിൽ പോലും പഴമക്കാര് തറവാട്ടുകാര് കെട്ടിയിട്ടുള്ളൂ. ഇന്ന് ആ ചുറ്റുമതിലിന്റെ ഉള്ളിൽ കൂടൊന്ന് ശ്വാസം വിടാൻ പോലും, ഒരു കാറ്റ് പോകാൻ പോലും സ്ഥലമല്ല. തൊട്ടയൽപ്പക്കത്തുള്ള ഒരു മനുഷ്യൻ 3 ആഴ്ച ചെക്രോ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയായിട്ട് കിടന്നാലും നമ്മളറിയൂല. അവസാനവും വീട്ടിക്ക് തിരിച്ചു വന്ന് അതിന്റെ പിറ്റേന്ന് കുടുംബക്കാരോ വാഹനമായിട്ട് നമ്മളെ മുറ്റത്ത് വന്ന് ഓണടിച്ചിട്ട് ചോദിച്ചു, സുഖല്ലാതെ കിടന്ന അയമക്കാന്റെ വീട്, അയമേന്റെ വീട് അതാണ്, സുഖല്ലാണ്ട് കിടക്കുകയായിരുന്നു. എനിക്കറിയാലോ കേട്ടോ, ഇതാരോ പറയുന്നത്, വേലിന്റെ അപ്പുറത്തുള്ളവർ. ആരെയും സഹായിക്കാനും നോക്കാനും നേരല്ല. അയൽപ്പക്ക ബന്ധങ്ങളിലൊന്ന് അയൽവാസിന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് സുഖാണോ, നോമ്പൊക്കെ തുറക്കാൻ കിട്ടുന്നുണ്ടോ, മക്കളിപ്പോ എന്താ പഠനം, ഇതൊന്നുമില്ല ചോദ്യം. ഇപ്പൊ അസൂയ. ഞാൻ നന്നായില്ലെങ്കിൽ ഓൻ നന്നായിരുത്, എന്നെക്കാൾ ഓൻ നന്നായ അത് മതി ഓനോട് വെറുപ്പുണ്ടാവാൻ. അത് ദീനായാലും പൈസ ആയാലും ഓന് കുറച്ച് മുതലുണ്ടായോ ഞമ്മക്ക് ഓന് അസൂയ തുടങ്ങി. ഓൻ കുറച്ച് നന്നായി പള്ളിയിൽ നിസ്കാരമൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങി, നമുക്ക് അസൂയായി. ഒരു മനുഷ്യനോട് ഇന്ന് നമ്മളോടൊരാൾക്ക് വെറുപ്പുണ്ടാണ്, നമ്മൾ നന്നായാ മതി, അതാ കാലം. അതുകൊണ്ട് തന്നെയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൊട്ട അയൽപ്പക്കത്തുള്ള കൈക്കോട്ടൊന്നുന്ന ഒരു സാധുവിന്റെ മോക്ക് കഴിഞ്ഞ SLCക്ക് 10 A+. ആ കുട്ടി ഇപ്പോഴും പഠിക്കുന്നത് ട്യൂട്ടോറിയലില്ല. കാരണം വാപ്പാക്ക് മുതലിറക്കാൻ കയ്യിൽ മുതലില്ല. പൈസ എണ്ണിക്കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് സീറ്റ് വാങ്ങാൻ ആ സാധുവിന് കഴിവില്ല, ആ സാധുവിന് പദവില്ല, ആ സാധുവിന് പിടുത്തല്ല, ആ സാധുവിന് ഒരാളെ അറിയൂല. എന്നാ 10ൽ 5 A+ കിട്ടിയ പൈസക്കാരൻ പഠിക്കുന്നത് കേരളത്തിലെ പേരുകേട്ട സ്ഥാപനത്തിൽ. വാപ്പാക്ക് മുതലുണ്ട്, വാപ്പാക്ക് പദവിയുണ്ട്, വാപ്പാക്ക് സ്വാധീനമുണ്ട്. ആ നമ്മള് അവ്വൽ വക്തിന് റബ്ബിന്റെ നേരെ സുജൂദ് ചെയ്ത് നെറ്റിയിൽ ഒരു കറുത്ത തയമ്പുണ്ടാക്കിയിട്ട് പറയാ, പടച്ചോനെ ഇസ്ലാമിന്റെ ഇസ്സത്ത്. ഇതാണോ ഇസ്സത്ത്? ഇതാണോ ദീന്?